ഒന്ന്. മനുഷ്യ ശരീരത്തിൽ എത്ര ജോഡി വാരിയെല്ലുകളാണ് ഉള്ളത്? ഓപ്ഷൻ എ 22, ഓപ്ഷൻ ബി 44, ഓപ്ഷൻ സി 12, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ സി 12. 2. തലയോടിനുള്ളിൽ സംരക്ഷിക്കപ്പെടുന്ന അവയവം ഏത്? ഓപ്ഷൻ എ കണ്ണ്, ഓപ്ഷൻ ബി ചെവി, ഓപ്ഷൻ സി മസ്തിഷ്കം, ഓപ്ഷൻ ഡി ഇവയെല്ലാം. ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. 3. തരുണാസ്ഥികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? ഓപ്ഷൻ എ അസ്ഥികളെ പോലെ തന്നെ ശരീരത്തിന് താങ്ങും ബലവും നൽകുന്നു, ഓപ്ഷൻ ബി വളരെയധികം വഴക്കമുള്ള ഭാഗങ്ങളാണ്, ഓപ്ഷൻ സി എല്ലുകളേക്കാൾ കാഠിന്യമാണ്, ഓപ്ഷൻ ഡി മനുഷ്യ ശരീരങ്ങളിലും ജന്തു ശരീരങ്ങളിലും കാണപ്പെടുന്നു. ആൻസർ ഓപ്ഷൻ സി എല്ലുകളേക്കാൾ കാഠിന്യമാണ്. 4. മനുഷ്യൻ്റെ ചെവി, മൂക്ക്, കൈമുട്ട്, കണങ്കാല്, ശ്വാസനാളം, കശേരുക്കൾക്കിടയിലെ ഡിസ്കുകൾ എന്നീ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥി ഏത്? ഓപ്ഷൻ എ അസ്ഥിസന്ധി, ഓപ്ഷൻ ബി പിവട്ട് സന്ധി, ഓപ്ഷൻ സി തരുണാസ്ഥി, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ സി തരുണാസ്ഥി. 5. തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 22, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 8, ഓപ്ഷൻ ഡി 11. ആൻസർ ഓപ്ഷൻ എ 22. 6. അസ്ഥിസന്ധിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? ഓപ്ഷൻ എ രണ്ടോ അതിലധികമോ സന്ധികൾ ചേരുന്ന ഭാഗത്തെ അസ്ഥിസന്ധികൾ എന്ന് വിളിക്കുന്നു, ഓപ്ഷൻ ബി അസ്ഥിസന്ധികൾ മുഴുവൻ ചലിപ്പിക്കുവാൻ കഴിയുന്നവയാണ്, ഓപ്ഷൻ സി നമ്മുടെ ശരീരത്തിൽ വിവിധതരം അസ്ഥിസന്ധികൾ ഉണ്ട്, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ആൻസർ ഓപ്ഷൻ ബി അസ്ഥിസന്ധികൾ മുഴുവൻ ചലിപ്പിക്കുവാൻ കഴിയുന്നവയാണ്. 7. വിജാഗിരി സന്ധി കാണപ്പെടുന്ന ശരീരഭാഗം ഏത്? ഓപ്ഷൻ എ കൈമുട്ട്, കാൽമുട്ട്, ഓപ്ഷൻ ബി കഴുത്തിലെ അസ്ഥി, ഓപ്ഷൻ സി തോളെല്ല്, ഇടുപ്പെല്ല്, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ എ കൈമുട്ട്, കാൽമുട്ട്. 8. പിവട്ട് സന്ധി കാണപ്പെടുന്ന ശരീരഭാഗം ഏത്? ഓപ്ഷൻ എ കൈവിരൽ, ഓപ്ഷൻ ബി കണങ്കാല്, ഓപ്ഷൻ സി ചെവി, ഓപ്ഷൻ ഡി കഴുത്ത്. ആൻസർ ഓപ്ഷൻ ഡി കഴുത്ത്. 9. ബോൾ ആൻഡ് സോക്കറ്റ് സന്ധിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളവയാണ്, 2. ഒരു ഭാഗത്ത് മാത്രം ചലിപ്പിക്കുവാൻ കഴിയുന്നു, 3. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. ഓപ്ഷൻ എ 1 മാത്രം ശരിയാണ്, ഓപ്ഷൻ ബി 1, 2, 3 ശരിയാണ്, ഓപ്ഷൻ സി 2, 3 ശരിയാണ്, ഓപ്ഷൻ ഡി 1, 3 ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി 1, 3 ശരിയാണ്. 10. അസ്ഥിഭംഗം എത്ര വിധമാണ്? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 5. ആൻസർ ഓപ്ഷൻ ഡി 3. 11. അസ്ഥി പൊട്ടി മാംസപേശികളെ തുളച്ച് പുറത്തുവരുന്ന അസ്ഥിഭംഗമാണ്. ഓപ്ഷൻ എ വിഷമഭംഗം, ഓപ്ഷൻ ബി സങ്കീർണഭംഗം, ഓപ്ഷൻ സി ലഘുഭംഗം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ എ വിഷമഭംഗം. 12. എക്സ്റേയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ തെറ്റേത്? 1. 1859 ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനായ വിൽഹോം കോൺറാഡ് റോൺട്ജൻ ആണ് എക്സ്റേ കണ്ടെത്തിയത്. 2. മാംസപേശികളിലൂടെയും എല്ലുകളിലൂടെയും കടന്നു പോകുന്നതാണ് എക്സ്റേ. ഓപ്ഷൻ എ 2 തെറ്റാണ്, ഓപ്ഷൻ ബി 1 തെറ്റാണ്, ഓപ്ഷൻ സി 1ഉം 2ഉം തെറ്റാണ്, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ആൻസർ ഓപ്ഷൻ എ 2 തെറ്റാണ്. 13. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? അത് എവിടെയാണ് കാണപ്പെടുന്നത്? ഓപ്ഷൻ എ ഫീമർ ബാഹ്യകർണം, ഓപ്ഷൻ ബി സ്റ്റേപ്പീസ് മധ്യകർണം, ഓപ്ഷൻ സി ഫീമർ മധ്യകർണം, ഓപ്ഷൻ ഡി സ്റ്റേപ്പീസ് ആന്തരിക കർണം. ആൻസർ ഓപ്ഷൻ ബി സ്റ്റേപ്പീസ് മധ്യകർണം.